സ്ത്രീ മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവറിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡോക്ടർ അന്നു ജയൻ. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റാണ്. എറണാകുളത്ത് കടവന്ത്രയിൽ SkinEssence സ്കിൻ ആൻഡ് ഹെയർ ലേസർ എസ്തെറ്റിക് ക്ലിനിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തി വരുന്നു. എനിക്ക് ഒരു 11 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡെർമറ്റോളജിയിൽ. എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയറായി. കോസ്മെറ്റോളജി അഥവാ എസ്തെറ്റിക് ഡെർമറ്റോളജിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് കണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂരും മുംബൈയിലൊക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ ഉള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനിവിടെ എറണാകുളത്ത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2000 ഓൺവേർഡ്സ് ആണ് ഇന്ത്യയിൽ മൊത്തം ഒരു കോസ്മെറ്റിക് അഥവാ എസ്തെറ്റിക് ഡെർമറ്റോളജിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിരുന്നത്. ഒബ്വിയസ്ലി അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മുംബൈ, ഡൽഹി മുതലായ മെട്രോ നഗരങ്ങളിലാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് എറണാകുളത്തും അതിൻ്റേതായൊരു ബൂം കാണുന്നുണ്ട്. കോസ്മെറ്റിക് അഥവാ എസ്തെറ്റിക് ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും മുഖക്കരു, അത് കാരണം വരുന്ന കറുത്ത പാടുകൾ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത്, സ്ട്രെച്ച് മാർക്സ് മുതലായവയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ആധുനിക രീതിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ എറണാകുളത്തും കേരളത്തിൽ മറ്റ് നഗരങ്ങളിലുമൊക്കെ ക്ലിനിക്കുകൾ ഒരുപാടുണ്ട്. 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ മേജർ പ്ലസ് പോയിന്റ് വാസ് ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടില്ല. ബാംഗ്ലൂർ, ബോംബെയിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ല. അവിടെ ക്ലിനിക്കുകളിൽ നിന്നുള്ള കുറേ പ്ലസ് പോയിൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു ക്ലിനിക് രീതി അങ്ങനെയല്ല, ഇതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒന്നുമല്ല. ഇറ്റ്സ് എന്നൊരു എസ്തെറ്റിക് അഥവാ കോസ്മെറ്റിക് ഡെർമറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നൊരു ക്ലിനിക്കാണ്. നമുക്ക് പേഷ്യൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇല്ല, കൂടുതലും നമുക്ക് ക്ലയൻസ് എന്ന് പറയാവുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാവും ഇവിടെ. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ എം വെരി ക്ലോസ്ലി കമ്മിറ്റഡ് ടു. സോ ഐ വാണ്ട് എവറിബഡി ഹു കംസ് ടു മൈ ക്ലിനിക് ടു ഹാവ് എ ഫീൽ ഗുഡ് ഫാക്ടർ അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളൊരു ഫീൽ ഗുഡ് ഫാക്ടർ വേണം. യു ഫീൽ ഗുഡ്, നാച്ചുറലി യു ലുക്ക് ഗുഡ്, ആൻഡ് ഇഫ് യു ലുക്ക് ഗുഡ് യു വിൽ ഫീൽ ഗുഡ്. അതൊരു വിഷ്യസ് സൈക്കിളാണ്. അപ്പം ഈവൻ നമ്മൾ എൻ്റെ സ്റ്റാഫാണെങ്കിലും വി ഹാവ് ട്രെയിൻഡ് അക്കോർഡിംഗ്ലി. നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലിനിക്ക് നടത്തുന്നത്. പൊതുജനം അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ക്ലിനിക്കുകളുള്ളപ്പോൾ അതൊരു ഡെർമറ്റോളജിസ്റ്റ് അഥവാ സ്കിൻ സ്പെഷ്യലിസ്റ്റ് നടത്തുന്നതാണോ എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അവിടെ പോവുക. ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചും ഓരോ കൺസേൺ അനുസരിച്ചും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓരോ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട്, അതിൻ്റേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, അതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. കറക്റ്റായിട്ട് നമ്മളൊരു എക്സ്പെക്റ്റേഷൻസിന് നല്ലൊരു അലൈൻമെൻറ്റ്, അതായത് നമ്മൾ ഇത് ചെയ്താൽ ഇന്നതാണ് കിട്ടുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാൻ. പല ആൾക്കാർക്കും ഇവിടെ വരുമ്പോൾ, അതൊരു ഫസ്റ്റ് ടൈം ഞാനൊരു കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ കാണുന്നതാണ്, എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നാച്ചുറലി അതൊരു പേഷ്യൻറ്റിന് അഥവാ ഒരു ക്ലയൻറ്റിന് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസ് വരുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുകയില്ല. അവർക്കിതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പം കൺസൾട്ടേഷൻ ഫസ്റ്റ് ടൈം തന്നെ ഓൾമോസ്റ്റ് ഒരു 20 minutes to 30 minutes തന്നെ എടുക്കും. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ടീനേജേഴ്സ് മാത്രമാണ് വരുന്നത് എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. ടീനേജേഴ്സ്, വീട്ടമ്മമാർ, ഇൻഫാക്റ്റ് ഇപ്പോൾ ആണുങ്ങളും ഒരുപാട് എസ്തെറ്റിക് അഥവാ കോസ്മെറ്റിക് ഡെർമറ്റോളജിയിൽ അവയർനെസ് ഉള്ളവരാണ്. കൂടുതൽ വരുന്നത് മുഖക്കുരു അഥവാ കറുത്ത പാടുകൾ, മുടി കൊഴിച്ചിൽ, ഇവയൊക്കെയാണ്. അപ്പം ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുക. അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, എണീക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാവുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്കിൻ റുട്ടീനുണ്ട്. അതായത് എനിബഡി ഷുഡ് യൂസ് ദ റൈറ്റ് ക്ലെൻസർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ നീഡഡ് ഓർ സൂട്ടഡ് ഫോർ ദ സ്കിൻ ടൈപ്പ്. ഇതൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ മുഖത്ത് വരുന്ന കറുത്ത പാടിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ഡെർമറ്റോളജിസ്റ്റും ആദ്യം ഇൻസിസ്റ്റ് ചെയ്യും സൺസ്ക്രീൻ യൂസ് ചെയ്താലേ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. വെയിലത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് പരട്ടുക, 3 മണിക്കൂർ ഇടുമ്പോൾ രണ്ടാമത് പരട്ടുക എന്ന് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്. അത് മനസ്സിലാക്കി അതുപോലെ വേണം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട്. ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ പലതരത്തിലാണ്. ഇപ്പം എൻ്റെ ക്ലിനിക്കിലാണെങ്കിൽ നമ്മൾ ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ലേസർ ഉപയോഗിക്കാതെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ പീൽസ്, കെമിക്കൽ പീൽസ്, മീസോ ഇഞ്ചെക്ഷൻസ്, ലേസർ ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഹെയർ റിമൂവൽ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഹെയർ റിമൂവൽ, ഫുൾ ബോഡി ഹെയർ റിമൂവൽ വരെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പോൾ എറണാകുളത്ത്.
അപ്പം എൻ്റെ അടുത്തുള്ളൊരു ഡിസയർ എന്ന് പറഞ്ഞൊരു ലേസറുണ്ട്. അതിപ്പോൾ കേരളത്തിൽ ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 1 year ബാക്ക്. അത് ഒരു സെഷൻ ചെയ്യാൻ വെറും ഒരു 1.5 hours ഇസ് മോർ ദൻ എനഫ്. ഒബ്വിയസ്ലി അങ്ങനെ ഒരു നമ്മളൊരു 8 സെഷൻ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതായത് നല്ല തിക്കായിട്ടുള്ള ഹെയർ, നല്ല ഫൈനായിട്ട് ഒരു നമ്മുടെ മുഖത്തൊക്കെയുള്ള പോലെ പൂട് പോലത്തെ ഹെയർ ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിന് ഓഫ് കോഴ്സ് 8 monthsോളം ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫുൾ റിസൾട്ട് വരുന്നത്. സ്ട്രെച്ച് മാർക്സ് ഇസ് ആൻ അതർ കൺസേൺ വിച്ച് മെനി ഓഫ് ദ ലേഡീസ് കം അപ്പ് വിത്ത്. ഈവൻ നമുക്കിപ്പോൾ ഒരുപാട് ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ആ ഒരു മസിൽ സ്ട്രെച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്കും സ്ട്രെച്ച് മാർക്സ് വരുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ അടുത്തൊരു മൈക്രോ നീഡിൽ ഫ്രാക്ഷണൽ റേഡിയോ ഫ്രീക്വൻസി വിത്ത് CO2 ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞ 2 ടെക്നോളജി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിലും സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഒരുപാട് കുറയുന്നതായിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിന് ഒരുപാട് എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ ട്രീറ്റ്മെൻറ്റ് വിച്ച് വർക്ക്സ്, ഇറ്റ് ഈസ് അറ്റ് ടൈംസ് എ കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വേറൊരു ട്രീറ്റ്മെൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റിസൾട്ട് കൊടുക്കുക. പിന്നെ പല പേഷ്യൻസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് ഇന്നതാണ് എന്ന് പറയില്ലേ, വാട്ട് ക്യാൻ യു ഡു ഫോർ മൈ ഫേസ്, വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് ഇറ്റ് ലുക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ഓർ മേക്ക് ഇറ്റ് സ്ലൈറ്റ്ലി മോർ ഗ്ലോയിങ്. നമ്മൾ ഏജും കൂടും തോറും നമുക്കൊരു ഡ്രൈനെസ് വരുന്ന കാരണം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഗ്ലോ പോവും. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നുള്ളത് വേറൊരു തെറ്റിദ്ധാരണയാണ് കോസ്മെറ്റിക് അഥവാ എസ്തെറ്റിക് ഡെർമറ്റോളജി ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച്. അങ്ങനെയല്ല, നമുക്ക് പല റേഞ്ചിൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും വന്ന് വളരെ മിനിമലായിട്ടൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് സ്കിന്ന് ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റും. ടാറ്റു റിമൂവലാണ് വേറൊരു ക്വറി നമുക്ക് ഒരുപാട് വരാറുള്ളത്. ഐ പേഴ്സണലി ഡു നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഡൂയിങ് ടാറ്റു റിമൂവൽ. എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ടാറ്റു റിമൂവൽ ഒരു 100% ആയിട്ട് പോവില്ല. കുറച്ച് ഒരു ഫെയ്ഡ് ഒരു മാർക്ക് അവിടെ കാണും. അപ്പോൾ നമ്മൾ യൂഷ്വലി ഡിഫൻസിൽ ജോയിൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിൽ ജോയിൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പേര് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു റിലീജിയസ് സിമ്പിൾ നമുക്ക് മാറ്റണം എന്ന് തോന്നുന്നവർ, അങ്ങനെയുള്ളവരുടെ മാത്രമാണ് നമ്മൾ ടാറ്റു റിമൂവൽ ചെയ്യുക. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ടാറ്റു, ഞാൻ സാധാരണഗതിയിൽ ടാറ്റു അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലൊരു കൗൺസിലിംഗ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക എന്നത് സംതിങ് വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ യുവർ സ്കിൻ. നമ്മൾ നമ്മുടെ ബോഡിക്ക് ഒരു സർക്കാഡിയൻ റിത്തമുണ്ട്. ആ റിത്തം അനുസരിച്ച് രാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ യു ഷുഡ് ബി ഇൻ ഡീപ്പ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഉറങ്ങണം. സോ ഐ ഇൻസിസ്റ്റ് ഓൺ ഓൾ മൈ പേഷ്യൻസ്, നമ്മൾ രാവിലെ ഒരു 7 മണിക്കെങ്കിലും ഒക്കെ എണീക്കുക, രാത്രി നമ്മളൊരു മിനിമം ഒരു 11 മണി 12 മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങുക. ആൻഡ് യു ഷുഡ് ഹാവ് എ മിനിമം ഓഫ് ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. അറ്റ്ലീസ്റ്റ് 6 to 7 hours. ഇപ്പോൾ പുതിയ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പലതും വായിക്കുന്നു. ചിലർ പറയുന്നു അങ്ങനെയില്ല, പക്ഷേ ഞാൻ കുറച്ച് അതിൽ വിശ്വസിക്കുന്ന ആളാണ്. കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നതിന് എണീക്കുന്നതും ഒക്കെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ഹാവ് സീൻ ഇൻ മൈ പ്രാക്ടീസ് ഓഫ് മോർ ദാൻ 11 years. അതിൻ്റെ കൂടെ തന്നെ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ആൻഡ് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കുക. നമ്മളൊരു ഇംഗ്ലീഷൊരു സേയിങ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു 5 പ്രാവശ്യമെങ്കിലും ഭക്ഷണം കഴിക്കുക ഒരു ദിവസത്തെ. ബട്ട് ടേക്ക് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് മീൽ. രാവിലെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അതിനിടയ്ക്ക് പറ്റുവാണെങ്കിൽ ഒരു ബൗൾ ഓഫ് സാലഡ്, പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ചെറുതായിട്ടൊരു സ്നാക്ക്, അത്താഴം അറ്റ്ലീസ്റ്റ് 2 to 3 hours ബിഫോർ ഗോയിങ് ടു ബെഡ്. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന വേറൊരു ഇതാണ്, പലരും ഈ ഡിന്നർ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു. ഐഡിയൽ ടൈം ടു ഹാവ് ഫ്രൂട്ട്സ് ഇസ് നോട്ട് അറ്റ് നൈറ്റ്, ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ഡേ ടൈം, ബിക്കോസ് ഫ്രൂട്ട് ഇസ് റിച്ച് ഇൻ കാലറി ആൻഡ് യു ഓൾ ഷുഡ് ടേക്ക് അറ്റ്ലീസ്റ്റ് 1 bowl ഓഫ് ഫ്രൂട്ട് എ ഡേ. ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസിലാണെങ്കിലും അനദർ തിങ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ഇത് നമ്മളെല്ലാം മാറ്റി കഴിക്കണം. കാരണം ഓരോന്നിലും ഓരോ പോഷകമാണ്. ഇപ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ കിട്ടും. പക്ഷെ അത് മാറി കഴിച്ചാലേ എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസിലും എല്ലാ തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും നമുക്ക് കിട്ടുകയുള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് വി ഓൾ ഷുഡ് പ്രാക്ടീസ്. ഇൻ അഡീഷൻ ടു ദാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഒരു മിനിമം ഒരു 2 to 3 liters ഓഫ് വാട്ടർ ഇസ് സംതിങ് യു ഷുഡ് ടേക്ക്. അത് സമ്മർ ആയാലും റെയിനി സീസൺ ആയാലും നമ്മൾ വെള്ളം നല്ലോണം കുടിക്കണം. ആൻഡ് അനദർ ചാലഞ്ച് വി ഓൾ ഫീസ് എസ്പെഷ്യലി ലേഡീസ് ഇസ് ലാക്ക് ഓഫ് പബ്ലിക് വാഷ്റൂംസ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക കറക്റ്റ്, അതൊരു ഹെൽത്തി പ്രാക്ടീസായിട്ട് നമുക്കത് പോകണം. അത് എന്നാലേ അതിൻ്റേതായൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെയിലി റൂട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. പിന്നെ നമ്മൾ എബവ് ദ ഏജ് ഓഫ് 25, നമ്മുടെ ഏജിങ് ചേഞ്ചസ് സ്കിന്നിൽ വരുന്നത് 25 വയസ്സിന് മുകളിലോട്ടാണ് കൂടുതലായിട്ട് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബൈ 25 നമ്മളൊരു ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ട് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ ഇത് വളരെ എന്താണ് ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഒരു ഫേസ് വാഷ്, ഒരു ക്ലെൻസർ, ഒരു സൺസ്ക്രീൻ, ഒരു ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ്, 4 പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. ഇതിനെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ നമ്മൾ ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വീട്ടിൽ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇതൊന്നും വലിയ എക്സ്പെൻസീവും ആവുകയില്ല. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ ഏജിങ് വരുമ്പോൾ സ്കിന്നിൻ്റെ അടിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയും, സ്കിന്നിൻ്റെ അടിയിൽ ഇലാസ്റ്റിൻ കൊളാജൻ ഫൈബേഴ്സ് കുറഞ്ഞിട്ട് സ്കിൻ പതുക്കെ ഒന്ന് തൂങ്ങാൻ തുടങ്ങും, ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് വന്നു തുടങ്ങും. ഇതൊക്കെയാണ് ഏജിങ് ചേഞ്ചസ്. ഈ ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, ചെറിയ ചെറിയ അവിടെ വരുന്ന പിഗ്മെൻറ്റേഷൻ, ഇതിനെല്ലാം നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് ഒരു ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് തന്നെ അവൈലബിൾ ആണ്. OTC അഥവാ ഓവർ ദ കൗണ്ടർ പ്രൊഡക്ട്സ് മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പറയുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ളത് റെപ്യൂട്ടഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ നല്ല നല്ല പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതനുസരിച്ച് വ്യത്യാസവും നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ മാസത്തിലൊരിക്കലെങ്കിലും ഒരു എക്സ്ഫോളിയേഷൻ സർവീസ്, അതൊക്കെ വളരെ ലളിതമായിട്ട് ഏതൊരു ക്ലിനിക്കിലും നമുക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിൻസിന് സൂട്ടബിൾ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ സർവീസ് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു തരും. ചിലപ്പോൾ നമ്മളൊരു സിമ്പിൾ പീലോ മൈക്രോഡെർമാബ്രേഷനോ ആയിരിക്കും ചെയ്യുക. അതെല്ലാം നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ട് നമുക്കൊരു ലേസർ ടോണിങ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കൊരു സ്കിൻ ടൈറ്റനിങ് ആയിട്ടൊരു മൈക്രോഡൽ ഫ്രാക്ഷണൽ ലേസർ ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഉടനെ തന്നെ ലൈൻസ് റിങ്കിൾസ് വന്ന് എല്ലാവരും ബോട്ടോക്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഫില്ലേഴ്സ് ചെയ്യണമെന്നോ പറയുന്നില്ല. പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫില്ലേഴ്സ്, ഡെർമൽ ഫില്ലേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്മൈൽ ലൈൻസും നമ്മുടെ ലാഫ് ലൈൻസും ഒക്കെ നമ്മുടെ എക്സ്പ്രഷൻസിനെ മാസ്ക് ചെയ്യാതെ ഒന്ന് കറക്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊരു നല്ലൊരു ചെറിയൊരു എന്താ പറയുക ഒരു യൂത്ത്ഫുൾ ലുക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. ഹെയർ ഫോൾ ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഹെയർ ഫോളും സ്ട്രെസ്സും തമ്മിൽ നല്ലൊരു കോറിലേഷൻ ഉണ്ട്. സ്ട്രെസ് കോസസ് ഹെയർ ഫോൾ കോസസ് സ്ട്രെസ് ആൻഡ് ഇറ്റ് ബിക്കംസ് എ വിഷ്യസ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒന്നും നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്നതല്ല ഇസ് വൺ റീസൺ. അപ്പോൾ ഹെയർ ഫോളിന് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം 1-2 ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മളതിന് സപ്ലിമെൻറ്റ് കൊടുക്കും. കുറച്ച് ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള സീറംസും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഷാംപൂ, കണ്ടീഷണർ, ഹെയറിന് ഡാമേജ് വരാത്തില്ല അതും നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രോഡക്ട്സ്. അത് കൂടാതെ തന്നെ നമുക്ക് ഇതിലൊന്നും നിൽക്കുന്നില്ല, കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചെറിയ നമുക്കൊരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് സ്കാൽപ്പിലേക്ക് ലോക്കലായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കാനും പുതിയ ഹെയർ ഫോളിക്കൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കി ഹെയർ ഗ്രോത്ത് വരുത്താനും വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ക്ലിനിക്കുകളിലൊക്കെ ചെയ്യാവുന്നതാണ്. ക്ലിനിക്കൽ ഡെർമറ്റോളജിയും കോസ്മെറ്റിക് ഓർ എസ്തെറ്റിക് ഡെർമറ്റോളജിയും രണ്ടും കുറച്ച് വേറെ വേറെ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് പേഷ്യൻസ് കുറവാണ്. പേഷ്യൻസ് അഥവാ രോഗികൾ എന്ന് പറയുന്നതിൽ രോഗമുള്ളവരാണ്. ഇവിടെ വരുന്ന എൻ്റെ ക്ലിനിക്കിൽ വരുന്ന മിക്കവർക്കും ഇൻഫാക്ട് 99% പേഷ്യൻസ് അല്ല, അവർക്ക് ചെറിയ ചെറിയ കോസ്മെറ്റിക് കംപ്ലയിൻസ് ആണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോസ്മെറ്റിക് കൺസേൺസ് ആണുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലരത് പ്രാക്ടീസ് ചെയ്യാത്തവർ അതിൻ്റേതായ രീതിയിൽ ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു ചെറിയൊരു കറുത്ത പാടാണോ എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ ഇഫ് ദാറ്റ് ഈസ് എ കൺസേൺ ഫോർ യു, അത് നിങ്ങൾക്കതൊരു പ്രശ്നമാണ് എങ്കിൽ, നിങ്ങൾക്കത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പം നിങ്ങൾക്കത് ഒരു എന്താ പറയുക ഒരു കൺസേൺ ആണെങ്കിൽ അതിൻ്റേതായ സീരിയസ്നെസ് കൊടുക്കണം. അപ്പം എറണാകുളത്ത് ഇപ്പോൾ കുറച്ച് ക്ലിനിക്കുകളൊക്കെ ഉണ്ട്, കോസ്മെറ്റിക് ഡെർമറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട്. സം ഓഫ് ദം ആർ ഡൂയിങ് വെരി വെൽ. ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു ഹെയർ റിമൂവലിൻ്റെ ലേസർ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ കേരള. അതായത് ഒരു സെഷൻ ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് ഹാർഡ്ലി 1 hour. ലൂമിനസ് ലൈറ്റ് ഷീറ്റ് ഡിസൈൻ്റെ ഹൈ സ്പീഡ് വാക്വം എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പെയിൻ ഫ്രീയുമാണ്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി പെയിൻലെസ്. ഇൻഫാക്റ്റ് എനിക്ക് 1-2 പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഇവിടെ വരുന്നവർ ഒരു 20-22 വയസ്സുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് പെയിനൊക്കെ ഭയങ്കര പേടിയുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ അവർ അതിനെ ഹോട്ട് സ്റ്റോൺ മസാജ് തെറാപ്പി എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് അതിന് ചെറിയൊരു ഹീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ AC ഓൺ ആയിരിക്കും, ലേസർ ഓൺ ആണെങ്കിൽ നാച്ചുറൽ AC ഓൺ ആയിരിക്കും റൂമിൽ. അപ്പോൾ റൂമിൽ ഭയങ്കര കോൾഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു വാക്വത്തിൻ്റെ ഒരു ചെറിയ ഹീറ്റും കൂടെ പറയുമ്പോൾ അവർ പറയും ഇതൊരു ഹോട്ട് സ്റ്റോൺ മസാജ് തെറാപ്പിയാണെന്ന് അവർ പറയും. ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ. ദാറ്റ്സ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ കേരള. വേറെ എവിടെയും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇറ്റ്സ് കോൾഡ് ഹൈ സ്പീഡ് വാക്വം ടെക്നോളജി. അത് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. മൈക്രോഡൽ ഫ്രാക്ഷണൽ റേഡിയോ ഫ്രീക്വൻസി സ്കിൻ ടൈറ്റനിങ് ദാറ്റ് ഈസ് അനദർ സർവീസ്. നമ്മുടെ ക്ലയൻസിന് ഒരുപാട് എന്താണ് പറയുന്നത് സാറ്റിസ്ഫാക്ഷനുള്ള ഒരിതാണ്. സ്കിന്നോവേഷൻ ഫ്രാക്സിസ് ഡൂയിൻ്റെ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സ്കിൻ ടൈറ്റനിങ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയുക ഒരു ടൈറ്റനിങ് എഫക്റ്റ് കിട്ടുകയാണ്. അപ്പം ഞാനത് ആദ്യമൊക്കെ ഒരു
5 to 6 years ബാക്ക് കൂടുതലും ബോട്ടോക്സും ഫില്ലേഴ്സും ചെയ്യുമ്പോൾ പലർക്കും പേടിയുണ്ടായിരുന്നു. അയ്യോ ഇഞ്ചക്ഷൻ വേണ്ട എന്താണ് എന്തെങ്കിലും പറ്റുമോ, സൈഡ് ഇഫക്റ്റ്, ഒരു മരുന്ന് കുത്തി വെക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ പേടി പ്രത്യേകിച്ചും മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മൈക്രോണൽ ഫ്രാക്ഷൻ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു മെഷീൻ വെച്ചിട്ട് സ്കിൻ ടൈറ്റനിങ് ചെയ്യുമ്പോൾ ഒരു മെഷീൻ ലെഡ് സർവീസാണ്, ഇഞ്ചക്റ്റബിൾ അല്ല എന്നുള്ളതിൻ്റേതായ ഒരു കോൺഫിഡൻസും ഉണ്ട്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. വൺസ് ഇൻ എ മന്ത് വെച്ചിട്ട് 3 months ഒക്കെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായി ഡൈലേറ്റഡ് പോഴ്സ്, നമ്മളെ ഏജ് വരുമ്പോൾ വരുന്ന സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ പോഴ്സൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഫെയ്ഡായി വരുന്നുണ്ട്. ഇൻഫാക്റ്റ് ഇത് സ്കാസിന് നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ദർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻ ടു ഇറ്റ്. ഇപ്പോൾ 50 years 55 ഉള്ളവരും പഴയ ട്രോമ സ്കാസ് അല്ലെങ്കിൽ പഴയ ചിക്കൻ പോക്സ് സ്കാസ് അല്ലെങ്കിൽ പഴയ പിമ്പിളിൻ്റെ സ്കാസ് അഥവാ കുഴികൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് നമ്മുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ കോൺട്രി ടു പോപ്പുലർ ബിലീഫ് ബോട്ടോക്സും ഫില്ലേഴ്സും ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പൊതുവെ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഇഞ്ചക്ഷനെതിരെ ഒരു ചെറിയൊരു ഇൻഹിബിഷനുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ആൻഡ് ഐ ആം സംബഡി ഹൂസ് എ ഫാൻ ഓഫ് ഇഞ്ചക്റ്റബിൾസ്. കാരണം അത് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് റിസൾട്ട്, അതായത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് അതിനൊക്കെ. അപ്പോൾ നമ്മളൊരു നെയ്സോലേബിയൽ ഫോൾഡ്, നമ്മുടെ ഒരു ലാഫ് ലൈനൊക്കെ നമുക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ഓൺലി 10 minutes. 10 minutes നമുക്കൊരു റിസൾട്ട് കിട്ടുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഐ തിങ്ക് നത്തിങ് ക്യാൻ ബീറ്റ് ദാറ്റ്. 10 minutes നിങ്ങളുടെ ലാഫ് ലൈൻ അങ്ങ് ഡിസപ്പിയർ ചെയ്യാണ്. ആൻഡ് ഇറ്റ് സ്റ്റേസ് ലൈക്ക് ദാറ്റ് ഫോർ എ മിനിമം ഓഫ് 9 months. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ ഏത് സർവീസാണ് ആബ്സൊല്യൂട്ട്ലി നോ മെയിൻ്റനൻസ് റിക്വയർഡ് ഫ്രം യുവർ സൈഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഈസ് ബൊട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് ആൻഡ് അനദർ വൺ ഈസ് ലേസർ ഹെയർ റിമൂവൽ. അതിനൊന്നും ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അഥവാ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യാറാകുമ്പോൾ ഇവിടെ വരെ ലേസർ ഹെയർ റിമൂവൽ ഇവിടെ വരും, ചെയ്യാറാകുമ്പോൾ ഇവിടെ വരെ ലേസർ ചെയ്ത് പോവുക, അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബോട്ടോക്സും ഫില്ലേഴ്സും ചെയ്യാറാകുമ്പോൾ ഇവിടെ വരെ ഡോക്ടർ ചെയ്ത ഒരു പ്രൊസീജിയർ നിങ്ങൾ പോവുക, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റ്സും അങ്ങനെയല്ല, ഒരുപാട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതും ഇതുമൊക്കെ നമ്മൾ പറയും. ഇതിനകത്ത് ഇപ്പം സെലിബ്രിറ്റീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൽ തെറ്റായ ധാരണയാണ്. ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന, ഇൻഫാക്റ്റ് ഈവൻ ഇപ്പോൾ പുരുഷന്മാരും ഒക്കെ നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ വരുന്നുണ്ട്, അവരും ഒക്കെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണിത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കൺസേൺ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ലൈക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റ് കൊണ്ട് ഒരു സൺസ്ക്രീൻ മാത്രം അതിന് വേണ്ടി മാത്രം ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ, ദറ്റ് ഈസ് എ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് യു ഹാവ് ടു ഡു ഫ്രം യുവർ സൈഡ്. ഒരു ഡെർമറ്റോളജിസ്റ്റ് കാണുക, ഒരു നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ നിങ്ങൾ മേടിക്കുക, അത് യൂസ് ചെയ്യുക. അങ്ങനെ ഉണ്ട് എങ്കിൽ ദ ഓൺലി തിങ് ഐ റിമൈൻഡ് യൂസ് 20 minutes മുമ്പ്, വെയിലത്തിറങ്ങുന്നതിന് 20 minutes മുമ്പ് വരട്ടെ, 3 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ് ഇസ് റെയിനി, ക്ലൗഡ്. ഇപ്പം മഴക്കാലമാണ്, സൺസ്ക്രീൻ വേണ്ട എന്ന് വിചാരിക്കുന്നതിൽ തെറ്റായ ധാരണയാണ്. നമ്മുടെ സ്കിന്നെ ഡാമേജ് ചെയ്യുന്ന സൺറേസ് ക്ലൗഡിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്, അത് ഡാമേജ് ചെയ്തിരിക്കും. അപ്പോൾ എന്താണ് ഈ വരുന്ന ഡാമേജ്? രണ്ടാണ്. സൺറേസ് കാരണം വരുന്ന ഡാമേജ് രണ്ടാണ്. ഒന്ന് കറുത്ത പാടുകൾ, ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, പിന്നെ ലൈൻസും റിങ്കിൾസും, ഫോട്ടോ ഏജിങ്, അതായത് സൺ കാരണം നമുക്ക് സ്കിന്ന് ഏജിങ് ചേഞ്ചസ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് ക്ലിനിക്കിലൊന്നും പോകേണ്ട, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പരിപാടികളുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, ഒരുപാട് പരിപാടികൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു ദിവസം ദിനചര്യയിൽ നമുക്ക് ചെയ്യാവുന്ന കറക്റ്റ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ആയിട്ട് മോൻ കഴുകുക. ഇപ്പോൾ ഈ മോൻ കഴുകുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മോൻ കഴുകുന്നതിന് മുമ്പ് കൈ കഴുകുക, കൈ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ദെൻ ടേക്ക് ദ ഫേസ് വാഷ് ആൻഡ് വാഷ് യുവർ ഫേസ്. അത് കാരണം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മുഖത്ത് പറ്റിയിട്ടുള്ള അഴുക്കുകൾ, നമ്മുടെ മുഖത്തുള്ള വേർപ്പ്, നമ്മുടെ മുഖത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കോസ്മെറ്റിക്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്കിൻ പോറിലേക്ക് ഇറങ്ങി പോറിനെ ബ്ലോക്ക് ചെയ്താണ് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി സിമ്പിൾ അല്ലേ, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് ഡ്രൈ സ്കിന്നാണ് എങ്കിൽ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് പരട്ട്, അതിൻ്റെ മുകളിലേക്ക് സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറേ ക്ലെൻസേഴ്സ് ഉണ്ട്, അതിനൊന്നും നമുക്ക് വെള്ളം പോലും ആവശ്യമില്ല. സോ ഇഫ് യു ആർ നോട്ട് അവെയർ, അതൊക്കെ ഒന്ന് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരത് റെക്കമെൻഡ് ചെയ്ത് തരും. അത് ജസ്റ്റ് നമ്മളൊന്നൊരു ടിഷ്യൂലെടുത്തൊന്ന് തുടച്ചാൽ മതി. ഇപ്പോൾ ഫേസ് എന്താണ് ഒരു വാഷ് ബേസിൻ വരെ പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ നമുക്കിപ്പം IT-യിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ പോയി വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്ക് 3 മണിക്കൂർ കൂടുമ്പോൾ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ യൂസ് ദീസ് ക്ലെൻസേഴ്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ മെഡിക്കൽ ഷോപ്സ് ആൻഡ് ഡെർമറ്റോളജി ക്ലിനിക്സ്. അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ടൊന്ന് സൺസ്ക്രീൻ പെരട്ട് ലഘുവായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഒരു 1 in 2 weeks എങ്കിലും എന്തെങ്കിലും എക്സ്ഫോളിയേഷൻ സർവീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ക്ലിനിക്കിൽ പോകാൻ പറ്റില്ല, സൗകര്യം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് ഇതിനൊക്കെ ഇതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. എന്തെങ്കിലും എന്താ പറയുക സൈഡ് ഇഫക്ട്സ് ഒരിക്കലും ഉണ്ടാവില്ല, അലർജി ആർക്കും വരില്ല എന്നൊന്നും എനിക്ക് ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റില്ല. പക്ഷേ മിക്കവർക്ക് സേഫായിട്ട് ചെയ്യാവുന്നതാണ് ഫ്രൂട്ട് സ്ക്രബ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ഓറഞ്ച്, ജസ്റ്റ് ഒരു ഫ്രഷ്ലി കട്ട് പീസ്
പീസ് ഓഫ് പപ്പായ അല്ലെങ്കിൽ ഒരു ഫ്രഷ്ലി കട്ട് ഓറഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക ഫേസ് ആൻഡ് നെക്കിൽ, ലീവ് ഇറ്റ് ഫോർ അറൌണ്ട് 15 to 20 minutes ആൻഡ് ദെൻ വാഷ് ഇറ്റ് ഓഫ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു 1 in 15 days ഒക്കെ ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല നമ്മുടെ സ്കിൻ എങ്ങനെയാണ്. ഇതുപോലെ ഒരുപാട് ഹോം മെയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് യു മസ്റ്റ് റിമെമ്പർ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ സെൽസ് പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ അഥവാ കരിവാളിപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത്.